അമ്മമാർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് കരയെങ്കിലും ചെയ്യാം. നമ്മൾ അപ്പന്മാർ എന്ത് ചെയ്യൂ? ഞങ്ങൾക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും ഷവർ വെച്ചിട്ടുണ്ട്. അത് തുറന്നിടുന്നു, അതിന് താഴെ നിൽക്കുന്നു, പട്ടി കരയുന്ന പോലെ കരയുന്നു. തിരിച്ചു വരുമ്പോൾ മക്കൾ ചോദിക്കുന്നു, ഇതെന്താ കണ്ണ് ചുവന്നിരിക്കുന്നേ? സോപ്പ് പോയതാ. ചില അപ്പന്മാരുടെ കണ്ണിൽ എന്നും സോപ്പ് പോവും. ചില അപ്പന്മാർ ഭയങ്കര ടഫ് ആൻഡ് റഫ് ആയിരിക്കും അല്ലേ? ചില അപ്പന്മാർ മക്കളൊക്കെ ഫോൺ വിളിക്കണതാണ്. ഹലോ, എവിടെ നീ? മാധ്യമത്തിൻ്റെ പ്രോഗ്രാമിൽ നിന്നിട്ട് കോഴ്സ് കഴിഞ്ഞ അപ്പന്മാർ പറയണത് ഇങ്ങനെയാണെങ്കിലും മക്കളെ ഇങ്ങനെ കേൾക്കണം എന്നറിയത്. ചില പിള്ളേരൊക്കെ ഇതിങ്ങനെ നീക്കി പിടിച്ചേക്ക ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് കഴിഞ്ഞാൽ പറയുന്നു. പക്ഷെ മക്കള്, നിങ്ങളുടെ അപ്പന്മാർക്ക് നിങ്ങളെ ഒട്ടുക്കത്തെ സ്നേഹമാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴത് കാണിക്കുള്ളൂ എന്ന് മാത്രം. ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പരീക്ഷാ ഹാളിക്ക് പ്രിൻസിപ്പൾ വരില്ല, ഇൻസ്പെക്ഷന്. അതുമാതിരി ഇവരൊരു വരവുണ്ട്. അപ്പം ഇങ്ങനെ ഫാൻ കറങ്ങാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങുമായിരിക്കും. ആമ്പിള്ളേരുടെ കാര്യമാണ് പറയണേ കേട്ടോ. അതങ്ങോട്ട് മൂപ്പര് കൂട്ടിത്തരും. അപ്പോൾ നമ്മൾ ഏതാണ്ട് യൂസൈൻ ബോൾട്ട് ഓടാൻ നിൽക്കണ പോലെയും കിടക്കണ്ടാവും. ഒരു കാല് കട്ടിലിൻ്റെ പുറത്തേക്ക്, ഒരു കാല് ജനലേമേ, ഒരു കൈ ഇങ്ങനെ, ഒരു തല. അപ്പം അമ്മയും പെങ്ങളും അടുത്ത് നിന്നിട്ട് പറയും, മനുഷ്യ ഒരു വിധമായിട്ട് ഇങ്ങോട്ട് വന്നേ, ആ ചെക്കൻ ഇപ്പം അങ്ങോട്ട് കിടന്നിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ, അവൻ 5-6 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാ. അവനെന്താ പണിയത്? അവൻ 5-6 വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാ. ബാക്ക് ബെഞ്ച് ഗ്രൂപ്പിൻ്റെ ഒന്ന്, ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ ബെഞ്ച്, ക്ലാസിൻ്റെ ഗ്രൂപ്പ്. അപ്പനൊരു ഒരു ഗംഭീര ചോദ്യം ചോദിക്കും, അവൻ വല്ലതും കഴിച്ചടി? അപ്പം അമ്മ പറയും, നിങ്ങളുടെ മോൻ മീൻ വറുത്തതല്ലേ തിന്നോ? ഞാൻ ഇന്ന് കറിയാ വെച്ചേ. അപ്പം കിട്ടും അമ്മയ്ക്കുള്ളത്. നിനക്കൊന്ന് വറുത്താൽ എന്താ, പിള്ളേര് തിന്നേണ്ട പ്രായം. ഞാൻ ഈ കഷ്ടപ്പെടണത് എന്തിന് പറയൂ സർക്കാരെ. ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് ഈ സാധനം എണീക്കും. ആ താഴെ ഇവിടെ നിന്ന് ഉറങ്ങിയിരുന്നില്ല ഒരുത്തൻ. കണ്ണൊക്കെ തുറന്നു, ആരാ, എന്താ ഇവിടെ ശബ്ദം? അപ്പം ഈ അപ്പം പറയാ, ഒരൊറ്റ മറിക്കില്ല പ്ലേറ്റ്. 10 മണിയിലടാ, നിനക്ക് ഞാൻ പറഞ്ഞിട്ടില്ല 10 മണി. അപ്പം ആ ചെക്കൻ, ഏത് ഈ തന്ത ഉറക്കത്തുനിന്ന് എണീപ്പിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ പറയേ. പാരൻസ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങളുടെ മക്കൾ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കുക, വല്ല 6 അടിച്ചാടാ, എന്നും പോയിട്ടില്ലോ. അതിന് പകരം നമ്മളെന്താ ചെയ്യുക? നമുക്കാണെങ്കിൽ ഉപദേശിക്കാനും അറിയില്ല. ഞങ്ങളൊക്കെ തുടങ്ങിക്കോ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ആ പെട്ടൊക്കെ പോയ പോകുകയുണ്ട, തെങ്ങിൻ്റെ തലയൊക്കെ പൊളിച്ചിട്ട് നടന്നിട്ടാ സ്കൂളിലേക്ക് പോയായിരുന്നേ. അന്ന് ആ പഞ്ചായത്തിൽ ബസ് ഓടാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ വാർഡ് മെമ്പറോട് പറയൂ. ഇതാണ് പിള്ളേര് തിരിച്ചു പറയണേ. അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ഗ്രാൻഡ് ഫാദർ ഇരുന്നിട്ട് അലക്കുണ്ടാവും. മിക്ക ആളുകളുടെയും നിങ്ങളുടെ നാട്ടിൽ ഒരു പിടുത്തമിട്ട കാശുകാരല്ലേ, ഭയങ്കര കാശുകാരൻ, അയാളുടെ വണ്ടി പോവും. അപ്പം നമ്മുടെ കാർന്നേരം തുടങ്ങും. ഇവൻ്റെ അപ്പൻ നമ്മുടെ വീട്ടിൽ നിന്നാണ് കഞ്ഞിവെള്ളം കൊണ്ടായിരുന്നത്. നമ്മുടെ കാർന്നേർക്ക് എന്തായിരുന്നു പണി? നേരെ വിളക്കുമ്പോൾ കുറേ കഞ്ഞിവെള്ളം ഗ്ലാസ്സിലാക്കി വെക്കുക, എല്ലാവരും എടുത്ത് കുടിച്ചോളെ. ആരാ കാശുകാരനാണെന്ന് അറിയില്ലല്ലോ. തള്ളുകയാണ്, വെറുതെ കിടന്ന് തള്ളുകയാണ്. അപ്പോൾ ഇതൊന്നുമല്ല പിള്ളേർ ആഗ്രഹിക്കുന്നതും കാര്യങ്ങളും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, മക്കളെ, ഫാമിലി ഇവർക്കൊരൊറ്റ സ്വപ്നമുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയോ? എൻ്റെ മക്കളുടെ കല്യാണം. 2 പെൺകുട്ടികളാണ് എനിക്ക്, 2 എണ്ണത്തിൻ്റെ കല്യാണം. അതുകൊണ്ട് ഞാൻ 2 പേരോടും പറഞ്ഞിട്ടുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ കല്യാണത്തിന് അപ്പനെ വിളിക്കണം, പറഞ്ഞിട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുത്തം വീട്ടിൽ, ഏതാ വേൻ, ഞാൻ കല്യാണം കഴിച്ചു, ഇന്നലെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നല്ല, ഫാമിലി ഗ്രൂപ്പിൽ. നമ്മളാണെങ്കിൽ ഈ സാധനം ചില നേരത്തെ കറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുവേ. മക്കളെ, ഫാമിലി ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ഈ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പുകൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ MDMA ഒന്നും അടിക്കാൻ നേരം കിട്ടൂല. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം കയറണേ. ഞാൻ പാരൻസിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, MDMA കണ്ടുണ്ടോ? ഇതെവിടുന്ന് കിട്ടുക? പിള്ളേരോട് ചോദിച്ചു നോക്കിയേ, കറക്റ്റ് സ്ഥലം പറഞ്ഞു തരും. മക്കളെ, ഇപ്പം ഗ്രാമിന് എന്ത് വില ഉണ്ടാ? അപ്പോൾ അവർ പറയും, ഫസ്റ്റ് ക്വാളിറ്റി വേണം, സെക്കൻഡ് ക്വാളിറ്റി വേണം, പൊടിച്ചത് വേണം, പൊടിക്കാത്തത് വേണം. നമ്മൾ ഈ 80s 90s വസന്തങ്ങളുണ്ടല്ലോ, ഈ സാധനം ആകെ കൂടി കണ്ടിട്ടുള്ളത് ഏകലവ്യം എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ പെട്ടിയിൽ പൊടിയാക്കിയിട്ട് കളക്കെടുത്ത് നടത്തിയില്ലേ. ഈ സാധനം കണ്ടിട്ടുള്ളൂ. പിള്ളേർ വേറെ ലെവലായി. കാരണം ഈ റിലേഷൻഷിപ്പ് പോകുന്നതാണ്.
പെൺകുട്ടികൾക്കൊരു സുഖമില്ലേ? ഇവർ സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് അമ്മ ഇന്നില്ലേ ഞങ്ങളുടെ സ്കൂളിലെ ഒരു തടിയൻ അയാൾ വന്നിട്ട്, എൻ്റെ ക്ലാസ്സാണ്, അതിനെപ്പറ്റി പറയാ. ഇത് പറയുമ്പോൾ കേൾക്കാൻ പാരൻസിന് സമയം ഉണ്ടാവണം. അപ്പോൾ പാരൻസ് പറയണത് അറിയോ? പോയിരുന്ന് പഠിക്കടി, നമുക്ക് IAS ആയിട്ട് IPS-ഉം IFS-ഉം IRS ഒരുമിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇവർക്ക് പറയാൻ ആരുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? നമുക്കേ സമയമില്ലാത്തുള്ളൂ. ഇത് കേൾക്കാൻ സമയമുള്ള ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തുണ്ട്. അവരോട് കോണ്ടാക്ട് ചെയ്യാനുള്ള സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ശരിയാണോ പാരൻസേ? അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ലൈഫ് ഫാമിലി ലൈഫ്. ഇത് സൂപ്പറാണെങ്കിൽ അടിപൊളിയാവും.